ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. നമുക്ക് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് 2ാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ, ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദി വിൻഡ്. അതിൽ ചാപ്റ്ററിൻ്റെ റീഡിംഗ് വീഡിയോ, മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ് അടങ്ങിയ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ആൻസേഴ്സും നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ആദ്യ ചോദ്യം, വൈ ഡിഡ് ദ വില്ലേജസ് ഗോ ടു ബെഡ് ഏർലി? എന്തുകൊണ്ടാണ് വില്ലേജസ് നേരത്തെ തന്നെ കിടക്കാൻ പോകുന്നത്? ആൻസർ, ദ വില്ലേജസ് went to bed early because they had no money for lighting their homes, so they slept as soon as night fell. എന്താണ്? വില്ലേജസിന് വീട്ടിൽ ലൈറ്റ് ഇല്ല. വില്ലേജസ് ആണ്, ഇവിടെ ഒരു ആറുണ്ട്. വില്ലേജസിന് എന്തില്ലായിരുന്നു? വീടുകളിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ട് വീണത് അവർ കിടക്കാൻ പോകും. പൈസ ഇല്ലായിരുന്നു ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീടുകളിൽ കറണ്ടോ ബൾബോ ഇടാനുള്ള പൈസയൊന്നും അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫെൽ ചെയ്യുമ്പോൾ തന്നെ അവർ ഉറങ്ങാൻ വേണ്ടി പോകും. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? പഴയ റേഡിയോസ് ഒക്കെ വില്യം ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. എന്തുകൊണ്ട്? ആൻസർ, William was fascinated by the music he heard on the radio and wondered where the musicians and singers were, leading him to crack open old radios to find them. എന്താണ്? വില്യത്തിന് പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ട് എവിടെ നിന്നാണ് വരുന്നത്, ഈ സൗണ്ട് എവിടെ നിന്നാണ് വരുന്നത്, പാട്ടുകാരെവിടെയാ, മ്യൂസീഷ്യൻസ് എവിടെയാന്നുള്ള ചിന്തയാണ് അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവർ ആ റേഡിയോൻ്റെ ഉള്ളിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിന്നാണല്ലോ സൗണ്ട് വരുന്നത്. അപ്പോൾ അത് തുറന്ന് നോക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വില്യം തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിംഗ് ദ പാത്ത്? അപ്പോൾ ട്രക്സ് റോഡ് ക്രോസ് ചെയ്ത് വഴിയിലൂടെ ട്രക്ക് പോകുമ്പോൾ അവൻ എന്താ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? വില്യം വണ്ടേർഡ് ഹൗ ദിയർ എൻജിൻസ് മേഡ് ദം ഗോ. എങ്ങനെയാണ് ഇതിൻ്റെ എൻജിനുകൾ ഈ ട്രക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് അവൻ തിങ്ക് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്? അപ്പോൾ ആ ഫാമിലി സർവൈവ് ചെയ്യാൻ വേണ്ടി വില്യമിൻ്റെ ഫാദർ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്തത്? ആൻസർ, വില്യംസ് ഫാദർ ഗാദർഡ് the children and told them that from then on they would eat only 1 meal per day to make their food last. അപ്പോൾ അവർക്ക് അവിടെ ക്ഷാമമായി എന്ന് നമ്മൾ നേരത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാണ് പലവിടെയും. അപ്പോൾ ഇവരുടെ അച്ഛൻ എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? അതെങ്കിലും നീണ്ടു നിൽക്കട്ടെ, ആ ഒരു നേരെങ്കിലും നമുക്ക് എന്നും കഴിക്കാൻ പറ്റട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ്, What did William learn from the science books in the library? ലൈബ്രറിയിലെ സയൻസ് ബുക്സിൽ നിന്ന് വില്യം എന്താണ് ലേൺ ചെയ്തത്? William learned how engines moved the big trucks and how radios pulled music from the sky. വില്യം എന്താ മനസ്സിലാക്കിയത്? എങ്ങനെയാണ് എൻജിനുകളുടെ സഹായത്തോടെ വലിയ ട്രക്കുകൾ മൂവ് ചെയ്യുന്നതെന്നും റേഡിയോസിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് വരുന്നത്, അത് സ്കൈയിൽ നിന്ന് സിഗ്നൽ കിട്ടിയിട്ടാണല്ലോ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി, പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയിൽ വില്യമിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തായിരുന്നു? ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ വിത്ത് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ വിച്ച് ലുക്ക്ഡ് ലൈക്ക് എ ജയൻറ്റ് പിൻവീൽ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പമ്പ്ഡ് വാട്ടർ. അപ്പോൾ എന്താണ് അവനെ ഏറ്റവും ആകർഷിച്ചത്? ആ ഒരു ബുക്കിൽ അവൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മരമുണ്ട്, ഏറ്റവും ഹൈറ്റ് കൂടിയ ടോളസ്റ്റ് മരത്തിനേക്കാൾ വലിയൊരു മെഷീൻ, വലിയ ബ്ലേഡുകളും ഫാന് പോലെ അല്ലേ, ഒരു ജയന്റ് പിൻവീൽ പോലെയുള്ള ഒരു മെഷീൻ, അതിന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും വെള്ളം പമ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മെഷീൻ. അപ്പോൾ അതാണ് അവനെ അത്ഭുതപ്പെടുത്തിയത്, അട്രാക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ മെഷീൻ? വിൻഡ് മിൽ എന്ന് പറയുന്നത് ഒരു മെഷീനേക്കാൾ മേലെയാണ്, അതിനേക്കാൾ എന്തൊക്കെയോ കൂടുതലാണത് എന്ന് കരുതാൻ എന്തുകൊണ്ട് അവൻ തിങ്ക് ചെയ്തു എന്നാണ്. William thought the windmill was more than just a machine because he saw it as a weapon to fight hunger by drawing cool water from the ground to help the maize grow tall and green in the thirsty field. അതായത് ഈ വിൻഡ് മില്ല് ഒരു മെഷീൻ മാത്രമല്ല അല്ലേ, എന്താണ് അത്? നമ്മുടെ വിശപ്പിനെതിരെ പോരാടാനുള്ള ഒരു ആയുധമായിട്ട് വില്യം കാണുകയാണ്. വില്യം അവിടെ ആ ലൈബ്രറിയിൽ നിന്ന് കണ്ണടച്ചുകൊണ്ട് ആലോചിക്കുന്നുണ്ട് അല്ലേ. അതായത് വെള്ളം എടുക്കുന്നു, തണുത്ത വെള്ളം എടുക്കുന്നു ഗ്രൗണ്ടിൽ നിന്ന്, എന്നിട്ട് പാടങ്ങളിലേക്ക്, ചോളത്തിൻ്റെ പാടത്തിലേക്ക് തളിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്നു. പിന്നെ ചോളം ചെടികളൊക്കെ വളർന്ന് അതിൽ ഗ്രീൻ പച്ചപ്പ് നിറയുന്നു. ഇതൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതിയിരിക്കുന്നത്.
അടുത്ത ചോദ്യം, വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക് യാർഡ്? എന്തിനാണ് വില്യം ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് പോയത്? William went to the junkyard because it was a treasure house where he could find things like a tractor fan, pipes, bearings and bolts that would help him realize his grand dream of making an electric wind or a windmill. വില്യം ആ മാലിന്യ കുമ്പാരത്തിൽ പോയത് എന്തിനായിരുന്നു? അത് വില്യമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രഷർ ഹൗസ് ആയിരുന്നു അല്ലേ. അതവിടെ ഒരു നിധിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് അവന് വേണ്ട സാധനങ്ങൾ? ഒരു ട്രാക്ടർ ഫാൻ കിട്ടി, പൈപ്പ്, ബിയറിങ്സ്, ബോൾട്ട്, അതെല്ലാം കിട്ടി. അതൊക്കെ വെച്ചിട്ട് അവനവൻ്റെ ഡ്രീം ഇലക്ട്രിക് വിൻഡ് ഓർ വിൻഡ് മിൽ എന്ന ഡ്രീമിലേക്ക് അവന് എത്താൻ പറ്റും. ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളാണ് അവൻ അവിടെ നിന്ന് കളക്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രേസി? വില്യം ക്രേസി ആണെന്ന് വില്ലേജേഴ്സ് പറയാനുള്ള റീസൺ, വില്ലേജേഴ്സ് എന്നാണ് ഇവിടെ 6 ഉണ്ട്. Villagers thought William was crazy because he collected trash from the junkyard. ജങ്ക്യാർഡിൽ നിന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്യണു അല്ലേ, such as broken bicycle, rusted bottle caps and plastic pipe, and then spend days bolting, banging and tinkering. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അതൊക്കെ ജോയിൻ ചെയ്യണു, അതൊക്കെ കൂട്ടി യോജിപ്പിക്കണു, ഇങ്ങനെയൊക്കെ ചെയ്യണു അവൻ. വിത്ത് ദീസ് സീമിംഗ്ലി യൂസ്ലെസ് ഐറ്റംസ്, ഇത് വേണ്ടാണ്ട് മാലിന്യമായി മാറിയ സാധനങ്ങളല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യണു, അത് പോയി എടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇൻ ദെയർ ഐസ് ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ദ ട്രാഷ്. അപ്പോൾ നാട്ടുകാരുടെ അല്ലെങ്കിൽ ആ അവിടുത്തെ ഗ്രാമവാസികളുടെ കണ്ണു മുന്നിൽ പ്രാന്തുള്ളവർ, ക്രേസി ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ്, കിറുക്കുള്ളവർ ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവനെ ക്രേസി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹൗ ഡിഡ് വില്യം ക്രിയേറ്റ് ദ ടവർ ഫോർ ദ വിൻഡ് മിൽ? വിൻഡ് മില്ലിന് വേണ്ട ടവർ എങ്ങനെയാണ് വില്യം ക്രിയേറ്റ് ചെയ്തത്? ആൻസർ, taking his cousin Geoffrey and best friend Gilbert to the forest with axes. Together they cut down trees and cut long planks from the trunks. They hammered these planks together to construct the tower. Finally they erected the tower and fixed the huge blades onto the top. അപ്പോൾ വില്യം എന്ത് ചെയ്തു? ജെഫ്രി, അവൻ്റെ കസിൻ ജെഫ്രീനെയും ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ടിനെയും കൂട്ടിയിട്ട് കാട്ടിലോട്ട് പോയി, മഴുവായിട്ട് കാട്ടിലേക്ക് പോയി, മരങ്ങളുടെ ട്രങ്ക് വെട്ടി അതിനുശേഷം അതിനെ കൂട്ടി യോജിപ്പിച്ച് എന്ത് ചെയ്തു? ഒരു ടവർ കൺസ്ട്രക്ട് ചെയ്യാണ് അല്ലേ. എന്നിട്ട് ഫൈനലി അവർ എന്ത് ചെയ്യും? അതിന് മേലെ വലിയ ഒരു ബ്ലേഡൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ ഡിഡ് ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എപ്പോഴാണ് കണ്ടു നിന്നവർ ചിയർ ചെയ്ത് തുടങ്ങിയത്? ദ ഓൺലുക്കേഴ്സ് സ്റ്റാർട്ടഡ് ചിയറിങ് ആണ് cheering after one of them shouted, well done, and William shouted, I have made an electric wind, ecstatically indicating the successful illumination of the bulb by the windmill. അപ്പോൾ അവർ അവിടെ കൂടി നിന്നവർ ചിയർ ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? ഒരാൾ വെൽ ഡൺ എന്ന് പറയുന്നുണ്ട് അല്ലേ, ആ ലൈറ്റ് കത്തുന്നത് കണ്ടിട്ട്. അപ്പോൾ വില്യം സന്തോഷത്തോടെ പറയേണ്ട, ഐ ഹാവ് മെയ്ഡ് എൻ ഇലക്ട്രിക് വിൻഡ്, ഞാൻ ഇലക്ട്രിക് വിൻഡ് നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ബൾബ് കത്തി, വിൻഡ്മിൽ ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിച്ചു. അതിലാണ് എല്ലാവരും അവനെ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞ് ചിയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? വില്യം എന്താ തിങ്ക് ചെയ്യുന്നു? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വില്യമിന് തോന്നാനുള്ള കാരണം എന്താണ്? വില്യം തോട്ട് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ ബിക്കോസ് വൈൽ ഹി ഹാഡ് സക്സസ്ഫുള്ളി ലിറ്റ് എ ബൾബ് ഹി എൻവിഷൻഡ് എ മോർ പവർഫുൾ വിൻഡ്മിൽ ദാറ്റ് കുഡ് പമ്പ് വാട്ടർ ഫോർ ഇറിഗേഷൻ ട്രാൻസ്ഫോമിംഗ് ദ വില്ലേജ് ബൈ ക്രിയേറ്റിംഗ് ഫുഡ് വേർ ദർ വാസ് നൺ ആണ്. ഇപ്പോൾ അവിടെ ഫുഡ് ഇല്ലല്ലോ, ദറുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ വില്യം ഇപ്പോൾ ഞാൻ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ലൈറ്റ് കത്തുന്നത് ഒരു തുടക്കം മാത്രമാണെന്ന് പറയാൻ കാരണം വില്യമിൻ്റെ വേറെ വിഷൻസ് എന്താണ്? വിൻഡ് മില്ല് വെച്ച് പമ്പ് ചെയ്യണം, വാട്ടർ പമ്പ് ചെയ്യണം, എന്തിന്? കൃഷിക്ക് ആവശ്യമായ വെള്ളം അല്ലേ. എന്നിട്ട് ആ ഗ്രാമത്തിൽ ഇപ്പോൾ പട്ടിണിയാണെന്ന് അറിയാലോ, അപ്പോൾ അതിന് ഫുഡിനുള്ള വഴി തുറന്നു കൊടുക്കണം അത് വഴി എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. അതാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോഴത്തെ ഈ ലൈറ്റ് ഇത് വെച്ച് ബൾബ് കത്തിയത്. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നമ്മൾ ഇത്രയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.